നമസ്കാരം, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം ദിശാഹീൻ ദിശ എന്ന യാത്രാവൃത്ത്. യാത്രാവൃത്തം എന്താ? യാത്രാവിവരണം. മോഹൻ രാഗേഷിൻ്റെ യാത്രാവിവരണമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടം വരെയായിരുന്നു? വീട്ടിൽ നിന്നും നമ്മുടെ ലേഖകൻ മോഹൻ രാഗേഷ് യാത്ര പുറപ്പെടുകയാണ്. അദ്ദേഹത്തിന് കന്യാകുമാരിയിലേക്കും ഗോവയിലേക്കും മുംബൈ എല്ലായിടത്തേക്കും യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു മനുഷ്യനായിരുന്നു, യാത്രയിൽ താല്പര്യമുള്ളതായിരുന്നു എന്നങ്ങനെ പറഞ്ഞ കുറച്ച് കാര്യം. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അവസാനം യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ത്? തൻ്റെ യാത്രയുടെ അവസാനം കന്യാകുമാരിയിലാവണം. കാരണം കന്യാകുമാരിയുടെ ആ വിശാലമായ സമുദ്രതീരത്തിനോടൊരു പ്രത്യേക അടുപ്പുണ്ട് എന്നൊക്കെ അദ്ദേഹം നമ്മുടെ ഈ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗം എടുക്കാം. दिसंबर सन 52 की 25 तारीख 3rd क्लास के डिब्बे में ऊपर की सीट बिस्तर बिछाने को मिल जाए वह बड़ी बात होती है. मुझे ऊपर की सीट मिल गई थी. दिसंबर सन 52 की 25 तारीख 25 ഡിസംബർ 25 അറിയാലോ, ക്രിസ്തുമസ് സമയമാണ്. ഡിസംബർ സൻ 52 1952 കാലഘട്ടം. ഡിസംബർ 25 തീയതി 3rd ക്ലാസ് കെ ഡിബ്ബെ മേ, ഡിബ്ബ എന്ന കമ്പാർട്ട്മെൻറ്റ്, ട്രെയിനിലെ 3rd ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലെ ഊപ്പർ കി സീറ്റ് ബിസ്തർ ബിച്ചാനേക്കോ മിൽ ഗയ. ബിസ്തർ എന്ന കിടക്ക, ഒരു കിടക്ക വിരിക്കാനായിട്ട് സൗകര്യപ്പെടുന്ന രീതിയിലെ മുകളിലെ 3rd കമ്പാർട്ട്മെൻറ്റിലെ മുകളിലെ സീറ്റ് എനിക്ക് ലഭിച്ചു. അപ്പോൾ ബഡി ബാത്ത് ഹോത്തി ഹെ, എന്നെ സംബന്ധിച്ച ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. മുझे ഊപ്പർ കി സീറ്റ് മിൽ ഗയി थी, ഞാൻ അങ്ങനെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, അതുപോലെ തന്നെ എനിക്ക് ആ സീറ്റ് ലഭിക്കുകയും ചെയ്തു. सोच रहा था कि अब बम्बई तक की यात्रा में कोई असुविधा नहीं होगी. ഇങ്ങനെ 3rd ക്ലാസ്സിലെ കമ്പാർട്ട്മെൻറ്റ് രാത്രി സമയമൊക്കെ അവർ സുഖമായിട്ട് ആരും ശല്യമില്ലാതെ സുഖമായിട്ട് കിടന്നുറങ്ങുക. അതുകൊണ്ടാണ് മുകളിലെ ബർത്ത് സീറ്റ് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, 3rd സീറ്റ്. അതുപോലെ തന്നെ എനിക്കത് ലഭിച്ചു. സോച്ചാ, ഞാൻ ചിന്തിച്ചു എന്തിനാണെങ്കിലോ, അപ്പോൾ ബംബൈ തക്കി യാത്രാമേ, ബംബൈ മീൻസ് മുംബൈ വരെ എത്തുവാൻ, ബോംബെ വരെ എത്തുന്ന സമയത്ത്, ആ യാത്രയുടെ സമയത്ത് കോയി അസൗകര്യം ന ഹോഗി, എനിക്ക് അവിടെ ചെല്ലുന്ന വരയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ശല്യമില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുമല്ലോ. രാത് കോ ടീക് സേ സോ സക്കുങ്ക, പിന്നൊരു കാരണം എന്താ? ടീക് സേ നല്ല പോലെ സോ സക്കുങ്ക, ഉറങ്ങാനും സാധിക്കും. മഗർ രാത് ആയി तो मैं वहीम सोने की जगह भोपाल ताल की एक नाव में लेटा बूढ़े मल्लाह अब्दुल जब्बार की से गजल रहा था. പിന്നെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത്, നമുക്ക് മനസ്സിലാക്കുന്നത് എന്താ? പക്ഷേ രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നു. സോനയ്ക്ക് ജഗ, ഉറങ്ങുന്ന സ്ഥലം, ഭോപ്പാൽ താൽ, താൽ മീൻസ് തടാകം, ജീൽ എന്നും പറയും. താൽക്ക് ഏക്ക് നാവ് മേ ലേട്ട, നാവ് വഞ്ചിയിലെ കിടന്നുകൊണ്ട്, ബൂഡേ മല്ലാഹ് വയസ്സായ ഒരു മല്ലാഹ് വഞ്ചിക്കാരനായ അബ്ദുൽ ജബ്ബാറിൻ്റെ ഗസൽ കേട്ടുകൊണ്ട് ഞാനൊരു വഞ്ചിയിൽ കിടക്കുന്നതാണ് അന്ന് രാത്രി ഉണ്ടായത്. ആഗ്രഹിച്ചത് 3rd ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്ത് സുഖമായിട്ട് ഉറങ്ങാമെന്ന് ആഗ്രഹിച്ച ഇപ്പോൾ ഞാൻ കിടക്കുന്നത് ഒരു വഞ്ചിയിലാണ്. ഇനി എന്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? എന്താ അവിടെ സംഭവിച്ചപ്പോൾ എന്തോ ഒരു ചെറിയൊരു മാറ്റം സംഭവിച്ചു. എന്താ നോക്കാം. भोपाल स्टेशन पर मेरा मित्र अविनाश, जो वहाँ से निकलने वाले एक हिंदी दैनिक का संपादन करता था, मुझसे मिलने के लिए आया था. भोपाल स्टेशन पर, भोपाൽ റെയിൽവേ സ്റ്റേഷനിലെ എൻ്റെ കൂട്ടുകാരൻ്റെ പേരാണ് അവിനാശ്. ജോ വഹാസെ നിക്കൽനെ വാലെ, അതായത് ഭോപ്പാലിലെ നിന്നും ഇറക്കുന്ന ഒരു ഹിന്ദി ദൈനിക്, ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്, അതിൻ്റെ എഡിറ്റോറിയലിൽ ജോലി ചെയ്യുന്ന ഒരു എഡിറ്ററായിരുന്നു അദ്ദേഹം. മുझसे मिलने के लिए आया था, ആ സ്റ്റേഷനിൽ വെച്ച് എന്നെ കണ്ടുമുട്ടാൻ, എന്നെ കാണുവാനായിട്ട് എൻ്റെ ഫ്രണ്ട് അവിനാശ് അവിടേക്ക് വന്നു. मगर बात करने की जगह उसने मेरा बिस्तर लपेटकर खिड़की से बाहर फेंक दिया और खुद मेरा सूटकेस लिए हुए नीचे उतर गया. बात करने की जगह, എന്നോട് സംസാരിക്കുന്നതിന് പകരമായിട്ട് മേരാ ബിസ്തർ, എൻ്റെ കിടക്കയും, ലപേട്കർ ചുരുട്ടിക്കൂട്ടുക, അതെല്ലാം മടക്കുക എന്നൊക്കെ പറയും. ഖിഡ്കി സെ ബാഹർ ഫെങ്ക് ദിയ, ആ ട്രെയിനിൻ്റെ
കമ്പാർട്ട്മെൻറ്റിലെ ജനാലയിൽ കൂടി എൻ്റെ കിടക്കയും സാധനങ്ങളുമെല്ലാം ജനാലക്കൂടെ ബാഹർ ഫേങ്ക് ദിയ, ഫേങ്ക് നമ്മൾ എറിയ, പുറത്തേക്ക് എറിഞ്ഞു. അവർ ഖുദ് മേരാ സൂട്ട് കേസ് ലിയേ ഹുവേ, എൻ്റെ സൂട്ട് കേസ് എടുത്തുകൊണ്ട്, ഖുദ് സ്വയം അദ്ദേഹം എടുത്തുകൊണ്ട് നീച്ചെ ഉത്തർഗയ, ആ ട്രെയിനിൽ നിന്നും താഴേക്ക് ഇറങ്ങി. ഇസ് തരഹ മുझे एक रात के लिए वहाँ रह जाना पड़ा, അങ്ങനെ എനിക്കൊരു രാത്രി ആ ഭോപ്പാലിൽ താമസിക്കേണ്ടതായി വന്നു. കാരണം സാധനങ്ങളെല്ലാം എടുത്ത്, അപ്പം അത്രയും അടുപ്പമുള്ളൊരു ഫ്രണ്ടായിരിക്കാം, ഒന്നും പറയാതെ. അപ്പം അദ്ദേഹം എതിർത്തൂല. അപ്പോൾ സാധനങ്ങളെല്ലാം താഴേക്ക് ഇറക്കി അദ്ദേഹം നമ്മുടെ മോഹൻ രാകേഷിനെയും കൊണ്ട് അവിടെ നിന്ന് പോയി. രാത് കോ 11 के बाद हम लोग घूमने निकले, രാത്രി ഏകദേശം 11 മണി, 11 മണിക്ക് ശേഷം ഹം ലോഗ് ഘൂമനെ നിക്കലെ, ഘൂമന ചുറ്റി നടക്കുക, സഞ്ചരിക്കുക എന്നൊക്കെ യാത്രയ്ക്കായിട്ട് ഞങ്ങൾ നടക്കാനായിട്ട് പുറപ്പെട്ടു. घूमते हुए भोपाल ताल के पास पहुंचे तो मन हो आया कि नाव लेकर कुछ देर झील की सैर की जाए. घूमते हुए അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭോപ്പാൽ താൽ കെ പാസ് പഹുഞ്ചേ തോ, ഭോപ്പാൽ താൽ എന്ന തടാകത്തിൻ്റെ സമീപം എത്തിയപ്പോൾ മൻ ഹോ ആയ, മനസ്സിലൊരു വിചാരം വന്നു. നാവ് ലേക്കർ കുച്ച് ദേർ, ഒരു വഞ്ചി എടുത്തുകൊണ്ട്, വഞ്ചിയിലൂടെ കുച്ച് ദേർ കുറച്ചു നേരം, ജീൽ കി സൈർ കി ജായി, ജീൽ തടാകം, ആ തടാകത്തിലൂടെ സൈർ യാത്ര ചെയ്താലോ എന്നപ്പോൾ ഒരു വലിയ വിശാലമായ ഒരു തടാകമാണ്, ആ തടാകത്തിലൂടെ യാത്ര ചെയ്യണം എന്ന് തോന്നി. നമുക്കായാലും ബോട്ടോ വഞ്ചിയിലൊക്കെ യാത്ര ചെയ്യണം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തോന്നണ്ടോ, അതേപോലെ അദ്ദേഹത്തിനും തോന്നി. നാവ് ടീക്ക് की गई और कुछ ही देर में हम झील के उस भाग में पहुंच गए जहाँ से चारों ओर के किनारे दूर नजर आते थे. നാവ് ടീക്ക് की गई, അതായത് നാവ് ഏർപ്പാടാക്കി നിർത്തം, ശരിയാക്കി മീൻസ് ഏർപ്പാടാക്കി. കുച്ച് ഹി ദേർ കുറച്ചു നേരത്തിന് ശേഷം, ഹം झील के उस भाग में पहुंच गए जहाँ से चारों ओर के किनारे दूर नजर आते थे. ചാരോമറ നാലുപാട്, ചുറ്റിലുമുള്ള അതിർത്തികളിൽ സമീപമുള്ള കരകൾ മുഴുവൻ, കിനാര തീരം, കരകൾ മുഴുവൻ കാണത്തക്ക വിധത്തിൽ തടാകത്തിൻ്റെ ഭാഗത്ത് ആ ഒരു സ്ഥലത്തെത്തി. അവിടെ നിന്ന് നോക്കിയാൽ ചുറ്റും കാണാം, അതായത് സെൻറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അവിടെ എത്തിച്ചേർന്നു. വഹാം ആക്കർ അവിനാശ് കെ मन में न जाने क्या भावुकता जग गई और उसने एक नज़र पानी पर डाली, एक दूर के किनारों पर, और पूर्णता चाहने वाले कलाकार की तरह कहा कि कितना अच्छा होता अगर हम इस वक्त हम में से कोई कुछ गा सकता. വഹാം ആക്കർ അവിനാശ് കെ മന്മേ, അവിടെ എത്തിയ തടാകത്തിൻ്റെ നടുഭാഗത്ത് എത്തിയപ്പോൾ, ചുറ്റും കാണാവുന്ന ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ, അവിനാശ് കെ മന്മേ, അവിനാശിൻ്റെ മനസ്സിൽ, നജാനെ ക്യാ ഭാവുക്ത ജാഗൈ, അവിനാശിൻ്റെ മനസ്സിൽ എന്താണ് തോന്നിയത് എന്നറിയില്ല. ഭാവുക്ത എന്നാൽ വിചാരം, ആശയം എന്നൊക്കെ അർത്ഥം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്ത് വിചാരമാണ്, എന്ത് വികാരമാണ് തോന്നിയത് എന്നറിയില്ല. ഉസ്നെ ഏക് നസർ പാനി പർ ഡാലി, ഒരു നിമിഷ നേരം വെള്ളത്തിലേക്കൊന്ന് നോക്കി. അതിനുശേഷം ദൂർക്കെ കിനാരപ്പോൾ, അകലെ കാണുന്ന തീരങ്ങളിലേക്ക് നോക്കി. ഔർ പൂർണ്ണത ചഹനെ വാലെ കലാകാർ കി തരഹ് കഹ, ഒരു പൂർണ്ണനായ, അതായത് എല്ലാ കഴിവുമുള്ള ഒരു കലാകാരൻ എങ്ങനെയാണോ പറയുന്നത് അതേ രീതിയിൽ അദ്ദേഹം പറഞ്ഞു. കിത്ന അച്ഛാ ഹോത്ത അഗർ ഹം ഈസ് വക്ത് ഹമ്മേം സെ കുച്ച് ഗാ സക്കെ, നമ്മൾ 3 പേരിൽ ആരെങ്കിലും നന്നായി ഒരു പാട്ട് പാടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം അത് പറഞ്ഞു. അപ്പോൾ ഒരു നല്ല കലാകാരനായിരിക്കാം, കവിതകളും പാട്ടുകളും ഒക്കെ ആസ്വദിക്കുന്ന ഒരു കലാകാരനെ പോലെ അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും ഒരു പാട്ട് പാടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മേ ഗാത്തോ നഹീ സക്ത ഹുസൂർ, ബൂഢാ മല്ല ഹാത്ത് ജോഡ്കർ പോല, കൈ കൂപ്പിക്കൊണ്ട്, ഹാത്ത് ജോഡാ തൊഴുതുകൊണ്ട്, കൈ കൂപ്പിക്കൊണ്ട് ആ ബൂഢാ മല്ലാഹ്, വയസ്സനായ മല്ലാഹ്, വഞ്ചിക്കാരൻ പറഞ്ഞു. വഞ്ചിക്കാരൻ്റെ പേര് മുൻകൂട്ടി പറഞ്ഞിരുന്നു, അബ്ദുൽ ജബ്ബാർ. അദ്ദേഹം പറഞ്ഞു, മേ ഗാത്തോ നഹീ സക്ത ഹുസൂർ, ഹുസൂർ യജമാനെ എന്നൊക്കെ അർത്ഥം, സാർ എന്നുള്ള അർത്ഥം, സാർ എനിക്ക് പാടാൻ കഴിയില്ല. മഗർ ആപ് ചാഹേ തോ चंद गज़लें तरन्नुम के साथ अर्ज कर सकता हूँ और माशा अल्लाह चुस्त गज़लें हैं. ബൂഢാ മല്ല ഹാത്ത് ജോഡ്ക്കറാണ് പറഞ്ഞ, കൈ കൂപ്പിക്കൊണ്ട് എനിക്ക് പാടാൻ അറിയില്ല, പക്ഷേ
ആപ് ചാഹേത്തോ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് എങ്കിൽ, അനുവദിക്കുകയാണെങ്കിൽ, ചന്ദ് ഗസലേം, ചന്ദ് ഗസലേം എന്ന കുറച്ച് ഗസൽ പാട്ട്, ഉറുദു മിക്സ് ആയിട്ടുള്ള ഹിന്ദി പാട്ടുകൾ, തരന്നും കെ സാത്ത്, തരന്നും എന്ന താളലയത്തോടെ, വരികളിലൂടെ, താളത്തിലൂടെ എന്നൊക്കെ, താളലയത്തിലൂടെ അർസ് കർ സക്താഹും അവതരിപ്പിക്കാൻ, അർസ് കർ നമ്മൾ അവതരിപ്പിക്കുക. ഇനി അപ്പോൾ നിങ്ങൾ പറയുകയാണ് എങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ചില വരികൾ ഉറുദുവിലെ, അതായത് ഗസലുകളുടെ കുറച്ച് വരികൾ ഞാനിവിടെ അവതരിപ്പിക്കാം. മാഷാ അല്ലാ ചുസ്ത് ഗസലേഹെ, ഈശ്വരാധീനം കൊണ്ട് അല്ലെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ചുസ്ത് ഗസലേഹെ, അത് നല്ല ഗസലുകളാണ്, അത് എനിക്ക് ചൊല്ലാനായിട്ട് സാധിക്കും നിങ്ങൾ പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. ജറൂർ ജറൂർ ഹംനെ ഉത്സാഹ കെ സാത്ത് ഉസ്കെ പ്രസ്താവ് കാ സ്വാഗത് കിയ. ഇവരാഗ്രഹിച്ച പോലെ തന്നെയാണ്, അതുകൊണ്ട് ജറൂർ തീർച്ചയായും അത് പ്രോത്സാഹിപ്പിക്കുകയാണ്. അത് വളരെ ഉത്സാഹത്തോടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഉസ്കെ പ്രസ്താവ് കാ സ്വാഗത് കിയ, ആ പറഞ്ഞതിനെ സ്വാഗതം ചെയ്ത് പാട്ട് പാടാമെന്ന് അല്ലെങ്കിൽ അവതരിപ്പിക്കാന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായി, തീർച്ചയായും അവതരിപ്പിക്കൂ എന്ന് ആവശ്യപ്പെട്ടു, പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ബൂഡേ മല്ലാഹനെ എ ഗസൽ ചേടതി, ചേടമന അവതരിപ്പിക്കുക എന്നർത്ഥം. ആ വയസ്സായ വഞ്ചിക്കാരൻ ഒരു ഗസൽ അവിടെ അവതരിപ്പിച്ചു. उसका गला काफ़ी अच्छा था और सुनाने का अंदाज भी शायराना था. നല്ല ശബ്ദം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഗല, തൊണ്ട മീൻസ് പാട്ട് പാടുമ്പോൾ അദ്ദേഹത്തിൽ നിന്നും വരുന്ന ആ സംഗീതം അച്ചാത നല്ലതായിരുന്നു. സുനാനേക്ക അന്താസ്, അന്താസ് എന്ന ശൈലി, കേൾപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ രീതി, ആ ശൈലിയും വളരെ നന്നായിരുന്നു എന്നാണ്. ഷായരാന കവികൾ എങ്ങനെയാണോ അവതരിപ്പിക്കുന്നത് അതേ രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു. കാഫി ദേർ ചപ്പുओं को छोड़े हम झूम झूम कर गज़लें सुनाता रहा. ചപ്പു മീൻസ് തുഴ, പങ്കായം എന്നൊക്കെ പറയും, തുഴയാനായിട്ട് ഉപയോഗിക്കുന്നത്. ചോട്, അതിനെയൊക്കെ ഉപേക്ഷിച്ചു കൊണ്ട്, അപ്പോൾ വഞ്ചിക്കാരൻ തുഴയുമ്പോൾ ഞങ്ങളും ആസ്വദിച്ച് കൂടെ സഹായിച്ചിരുന്നു എന്നർത്ഥത്തിൽ, അല്ലെങ്കിൽ അവർ ചെയ്തിരുന്നു. ഒരു നിമിഷ നേരത്തേക്ക് ആ പങ്കായം തുഴയുക എന്ന രീതി ഉപേക്ഷിച്ചുകൊണ്ട് ജൂം ജുംകർ ഗസലേം സുനാത്താരഹ, ഞങ്ങൾ ആടിയിട്ട്, അതായത് വളരെ തലയൊക്കെ ആട്ടി ശരീരമൊക്കെ ആട്ടി ഞങ്ങൾ പതുക്കെ ഇരുന്ന് ആ സംഗീതം, ആ ഗസല് കേട്ടുകൊണ്ടിരുന്നു. एक के बाद दूसरे फिर तीसरी, ഒന്നിനെ പിറകെ രണ്ടാമത്, മൂന്നാമത്, അങ്ങനെ ഒരെണ്ണം പാടാം എന്ന് പറഞ്ഞതിനിടയ്ക്ക് രണ്ടും മൂന്നും അവതരിപ്പിച്ചു. മേ നാവ് മേ ലേട്ട ഉസ്കി തരഫ് ദേഖ് രഹാ ഥാ, ഞാൻ വഞ്ചിയിൽ കിടന്നുകൊണ്ട്, ലേട്ട നമ്മളെ കിടക്കുക, ഞാൻ അവിടെ കിടന്നുകൊണ്ട് അയാളെ നോക്കിക്കൊണ്ടിരുന്നു. ആ വയസ്സായ ആ മല്ലാഹിനെ, വഞ്ചിക്കാരനെ നോക്കിക്കൊണ്ട് കിടന്നു. ഉസ് സർദി മേ ബി വഹ് സിർഫ് ഏക് തഹമ്മത് ലഗായേ ഥാ, അദ്ദേഹമാണെങ്കിൽ നല്ല തണുപ്പുണ്ട്, ഒന്നാമതേ തണുപ്പുള്ള പ്രദേശം, കൂടാതെ തടാകത്തിലാകുമ്പോൾ സ്വാഭാവികമായും നല്ല തണുപ്പ് അനുഭവപ്പെടും. ആ തണുപ്പത്തും അദ്ദേഹത്തിൻ്റെ വേഷം എന്തായിരുന്നു? തഹമ്മദ് ലുങ്കി, ഒരു ലുങ്കി മാത്രം ധരിച്ചു കൊണ്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ആ തണുപ്പത്ത്. ഗലേമേം ബനിയാൻ തക് നഹീ ഥാ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഒരു ബനിയൻ പോലും അദ്ദേഹം ധരിച്ചിരുന്നില്ല. അപ്പോൾ ശരീരത്തിലെ ബനിയനിലെ ഡ്രസ്സുകളൊന്നുമില്ല, ഒരു മുണ്ട് മാത്രമേ അദ്ദേഹം ധരിച്ചിരുന്നുള്ളൂ. ഉസ്കി ദാടി കെ ഹി നഹീം ചാത്തി കെ ബി ബാൽ സഫേദ് ഹോ ചുക്കേ थे. ദാടി മീൻസ് താടി എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ താടി മാത്രമല്ല, ചാത്തി നെഞ്ചിലെ രോമങ്ങൾ പോലും സഫേദ് ഹോ ചുക്കേ थे. സഫേദ് പറഞ്ഞാൽ വെളുക്കുക, അതായത് അത്രയും പ്രായമായി, വയസ്സായി എന്നാണ്. അപ്പോൾ തലയും മുടിയും ഒക്കെ നരച്ച ഒരു വളരെ പ്രായം ചെന്നൊരു മനുഷ്യൻ എന്നെ കണക്കാക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞത്. ജബ് വഹ് ചപ്പു ചലാനെ ലഗ്താത്തോ, അദ്ദേഹം പങ്കായം ഉപയോഗിച്ച് തുഴയാൻ തുടങ്ങുന്ന സമയത്ത് ഉസ്കി മാംസ്പേഷ്യാം ഇസ്തറ ഹിൽത്തി ജേസെ ഉന്മേ ഫൗലാദ് ഭരാഹോ, അദ്ദേഹം ഇങ്ങനെയൊക്കെ വയസ്സായതാണ് എങ്കിലും അദ്ദേഹം തുഴ ചലിപ്പിക്കുന്ന, പങ്കായം ചലിപ്പിക്കുന്ന സമയത്ത് ഉസ്കി മാംസ്പേഷ്യാം, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മാംസപേശികളെല്ലാം എങ്ങനെയായിരുന്നു? ഇസ്തറ ഹിൽത്തി ജേസെ ഉന്മേ ഫൗലാദ് ഭരാഹോ, ശക്തമായ ലോഹായുധം എങ്ങനെയാണോ ചലിക്കുന്നത് അതേപോലെ. അപ്പം നല്ല ഉറച്ച ശരീരമായിരുന്നു അദ്ദേഹം വയസ്സായാലും നല്ല ശക്തിയോടുകൂടി പങ്കായം ചലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. തീസരി ഗസൽ സുനാക്കർ വഹ് ഖാമോഷ് ഹോ ഗയ,
മൂന്നാമത് വീണ്ടും ഒരു പാട്ട് ഗസൽ പാടി അദ്ദേഹം നിശബ്ദനായി. ഖാമോഷ്, നിശബ്ദനായി. ഉസ്കെ ഖാമോഷ് ഹോ ജാനെ സെ സാരാ വാതാവരൺ ഹി ബദൽ ഗയ. ഒരു നേരത്തേക്ക് അദ്ദേഹം നിശബ്ദനായി കഴിഞ്ഞപ്പോൾ സാരാ വാതാവരൺ, അവിടെ ഉണ്ടായിരുന്ന അന്തരീക്ഷം പോലും മാറി മറിഞ്ഞു. ബദലിനെ പറഞ്ഞാൽ മാറുക. പെട്ടെന്ന് അന്തരീക്ഷത്തിൽ ചെറിയ മാറ്റം അനുഭവപ്പെട്ടു. എന്തുകൊണ്ട് അങ്ങനെ തോന്നിയത്? രാത്, സർദി ഓർ നൗ കാ ഹിൽന ഇൻ സബ് കാ അനുഭവ് പെഹ്ലെ നഹീം ഹോ രഹാ ഥാ അബ് ഹോനെ ലഗ. ആ അദ്ദേഹം പാടിയ ഗസലിൽ മുഴുകിയിരുന്നത് കൊണ്ട് രാത്രി, സർദി തണുപ്പ്, നൗക ഹിൽന വഞ്ചിയുടെ ചലനം, ഇളക്കം എന്നൊക്കെ അർത്ഥം. സബ്ക അനുഭവ് പെഹലെ നഹി ഹോ രഹാ ഥാ, തുടക്കത്തിൽ ഇതൊന്നും അനുഭവപ്പെട്ടില്ല. കാരണം അത്രയും നല്ല സംഗീതമായിരുന്നു, അതിൽ ഞങ്ങൾ മുഴുകിയത് കൊണ്ട് ഇതൊന്നും ഞങ്ങൾ അനുഭവപ്പെട്ടില്ല. അബ് ഹോനെ ലഗ, ഇപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് അദ്ദേഹം നിശബ്ദനായപ്പോൾ പാട്ട് നിർത്തിയപ്പോൾ ഞങ്ങൾക്കത് അനുഭവപ്പെട്ടു. झील का विस्तार भी जैसे उतनी देर के लिए सिमट गया था अब खुल गया. സിമട്ട പറഞ്ഞാൽ ചുരുണ്ടുകൂടുക, ഒതുങ്ങുക എന്നൊക്കെ അർത്ഥം. അത്രയും നേരം ഞങ്ങൾ ഇത്രയും വലിയൊരു തടാകത്തിലായിരുന്നു, അതിൻ്റെ വിസ്താര വലിപ്പം, ഇത്രയും വലിയൊരു തടാകത്തിലായിരുന്നു ഞങ്ങൾ എന്നുള്ള ഞങ്ങൾക്കുള്ള ചിന്ത പോലും ഒരു നിമിഷം നേരത്തേക്ക് സിമട്ട് ഗയ, ചുരുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഓർത്തില്ല, ഞങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നർത്ഥം. അബ് ഖുൽ ഗയ, ഇപ്പം അത് തുറന്നു എന്ന് പറഞ്ഞാൽ എന്താ, ആ വിശാലത ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പം ഞങ്ങൾ നടുവിലാണ്, വലിയൊരു തടാക നടുവിലാണ് എന്നുള്ള ഫീലിങ്സ്, തോന്നൽ അവിടെ ഉണ്ടായി. अब लौट चले साहब कुछ देर बाद उसने कहा सर्दी बढ़ रही है और मैं अपनी चादर साथ नहीं लाया. അപ്പം അദ്ദേഹം വളരെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അപ്പോൾ ലൗട്ട് ചലേ സാഹബ്, ലൗട്ടാമൻ തിരിച്ചു പോവുക, നമുക്കിനി തിരികെ പോകാം. കുച്ച് ദേർ ബാദ് ഉസ്നെ കഹ, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് തിരിച്ചു പോയാലോ. സർദി ബഡ്രഹി ഹെ, സർദി തണുപ്പ്, ബഡ്രഹി ഹെ കൂടുന്നു, തണുപ്പ് കൂടിക്കൊണ്ടുവരുന്നു. മേ അപ്നി ചാദർ സാത്ത് നഹി ലായ, ചാദർ എന്ന പുതപ്പ്, എനിക്ക് പുതയ്ക്കാനായിട്ടുള്ള ഒരു പുതപ്പ് പോലും ഞാൻ കരുതിയിട്ടില്ല, കൂടെ കൊണ്ടുവന്നിട്ടില്ല, നമുക്ക് തിരിച്ചു പോയാലോ, തണുപ്പ് കൂടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അവിനാശിനെ ജഡ് സെ അപ്നാ കോട്ട് ഉതാർക്കർ ഉസ്കി തരഫ് ബടാ ദിയ. അവിനാശ് ജഡ് സെ പെട്ടെന്ന് തന്നെ തൻ്റെ കോട്ട് ഉതാർക്കർ അഴിച്ചിട്ട് ഉസ്കി തരഫ് ബടാ ദിയ, അദ്ദേഹത്തിനെ നേരെ നീട്ടി. ബടാമ നീട്ടുക, അദ്ദേഹത്തിന് നേരെ നീട്ടിയിട്ട് പറഞ്ഞു, കഹാ ലോ അബ് തും പഹൻ ലോ, ഇത് നീ ധരിച്ചോളൂ, അണിഞ്ഞോളൂ. അപ്പോൾ അബി ഹം ലൗട്ട്കർ നഹീം ചലെങ്കി, നമ്മളിപ്പോൾ തിരിച്ചു പോകാനായിട്ട് പറ്റില്ല, ഞങ്ങൾക്ക് ആഗ്രഹമില്ല, ലൗട്ടാമൽ തിരിച്ചു പോവുക, ഇപ്പോൾ തിരിച്ചു പോകണില്ല. തുമേ കോയി ഗാലിബ് കി ചീസ് യാദ് ഹോ തോ, നിങ്ങൾക്ക് ഗാലിബ് എന്ന മിർസ ഗാലിബ് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഉറുദു കവിയാണെന്നും അദ്ദേഹത്തിനെ ഇംഗ്ലീഷുകാരിൽ നിന്നും അദ്ദേഹം കവിയാണെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം 9ാം ക്ലാസ്സിൽ പഠിച്ച ഓർമ്മയുണ്ടാവും. ജിസ് ഗലീമേ മേ രഹത്താഹും എന്നുള്ള പാഠഭാഗത്തിലെ പറഞ്ഞിട്ടില്ലേ. ആ മിർസ ഗാലിബിൻ്റെ ഏതെങ്കിലും വരികൾ, അദ്ദേഹം എഴുതിയ ഏതെങ്കിലും കവിതകൾ, ചീസ് യാദുഹു തോ, ഏതെങ്കിലും ഭാഗം ഓർമ്മയുണ്ട് എങ്കിൽ ഉസേ സുനാവോ, അതൊന്ന് കേൾപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. ബൂഡേ മല്ലാഹനെ എത്തരാസ് നഹിം കിയ, എത്തരാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരോധം, അദ്ദേഹം വിരോധം പറഞ്ഞില്ല. വയസ്സായ അവഞ്ചിക്കാരൻ ചുപ് ചാപ്പ് അവിനാശ് കാ കോട്ട് പെഹൻ ലിയ, ഒന്നും പറയാതെ അദ്ദേഹം അവിനാശിൻ്റെ കോട്ട് ധരിക്കുകയും ഓർ ഗാലിബ് കി ഏക് ഗസൽ സുനാനെ ലഗ, ഗാലിബിൻ്റെ വരികൾ മതിയ ആ ഗസലിലെ വരികൾ പാടാൻ തുടങ്ങി. എന്താ ആ വരികളാണ്? എന്ത്? മുദ്ദത്ത് ഹുയി ഹേ പ്യാർ കോ മെഹമാൻ കിയേ ഹുവേ, ഒരു വരിയാണ്. കുറേ ദിവസങ്ങളായിട്ട് അതിഥിയെ പോലെ ഒരു കൂട്ടുകാരൻ വന്നു, യാർക്കോ മെഹമാൻ കിയേ ഹുവേ, ഒരു എന്താ പറയുക, ഫ്രണ്ടിനെ അതിഥിയായിട്ട് കിട്ടിയെന്ന് പറയുന്ന എന്തോ ഒരു വരിയാണ്. അദ്ദേഹം അത് പാടാനായിട്ട് തുടങ്ങി എന്ന് പറയണു. ഇത്രയും ഭാഗമാണ്, പാഠഭാഗം കഴിഞ്ഞു. അപ്പോൾ ഇതിനു മുമ്പ് തന്ന ഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതിലത്തെ ഭാഗത്തിലെയും ക്വസ്റ്റ്യൻ ആൻസറുകൾ തരാം. പാഠം നന്നായിട്ട് വായിക്കുക. ഇതിൽ നിന്ന് ഡയറി ഉണ്ടാവാം, ലെറ്റർ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ചരിത്ര ചിത്രം ഉണ്ടായിരിക്കാം, ബൂഡേ മല്ലാഹിൻ്റെ. എല്ലാം പഠിച്ച് നല്ല പോലെ പാഠവും വായിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ തന്നിരിക്കും. ഓക്കെ, താങ്ക് യു.